ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഗസ്റ്റേഷൻ പീരീഡ് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ്. കാണാൻ വളരെ ചെറുതാണെങ്കിലും ഈ ഭാഗം എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ ക്ലാസ് മൊഡ്യൂൾ 1 7ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, നമ്മൾ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ റെഡ് ലൈൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഗസ്റ്റേഷൻ പീരീഡ് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് എഗ്. ഇത് മൊഡ്യൂൾ 1 അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, ഈ ഭാഗത്തു നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 2014 പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ് ഗസ്റ്റേഷണൽ പീരീഡ് ഓഫ് ഗോഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 4 months, ഓപ്ഷൻ ബി 5 months, ഓപ്ഷൻ സി 9 months, ഓപ്ഷൻ ഡി 6 months. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2014 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഹാച്ചിങ് പീരിയഡ് ഓഫ് ഡക്ക് എഗ് ഈസ് ഡാഷ് ഡേയ്സ്. ഓപ്ഷൻ എ 28 days, ഓപ്ഷൻ ബി 21 days, ഓപ്ഷൻ സി 32 days, ഓപ്ഷൻ ഡി 20 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് ബഫലോ ഈസ് 2014 ചോദിച്ചതാണ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 9 months 9 days, ഓപ്ഷൻ ബി 10 months 10 days, ഓപ്ഷൻ സി 11 months 11 days, ഓപ്ഷൻ ഡി 1 year. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ ആവറേജ് ഗസ്റ്റേഷൻ പീരീഡ് ഇൻ ബഫലോസ് ഇൻ ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 280 days, ഓപ്ഷൻ ബി 240 days, ഓപ്ഷൻ സി 335 days, ഓപ്ഷൻ ഡി 310 days. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2015 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ജാപ്പനീസ് ക്വയൽ എഗ് ഈസ്. ഓപ്ഷൻ എ 18 days, ഓപ്ഷൻ ബി 21 days, ഓപ്ഷൻ സി 28 days, ഓപ്ഷൻ ഡി 35 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗസ്റ്റേഷൻ പീരിയഡ് ഇൻ ഡൊമസ്റ്റിക് പിഗ് ഈസ് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 180 to 186 days, ഓപ്ഷൻ ബി 140 to 145 days, ഓപ്ഷൻ സി 155 days to 160 days, ഓപ്ഷൻ ഡി 110 days to 118 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ഓൺലൈൻ എക്സാമിന് ചോദിച്ചതാണ്, ദ ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ടർക്കി എഗ് ഈസ് ഡേഷ് ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 18 days, ഓപ്ഷൻ ബി 35 days, ഓപ്ഷൻ സി 28 days, ഓപ്ഷൻ ഡി 21 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ദ പീരിയഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ എ പീരിയഡ് ഓഫ് ഓവം, ഓപ്ഷൻ ബി പീരിയഡ് ഓഫ് സൈഗോട്ട്, ഓപ്ഷൻ സി പീരിയഡ് ഓഫ് ഗസ്റ്റേഷൻ, ഓപ്ഷൻ ഡി പീരിയഡ് ഓഫ് ഓവുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഗസ്റ്റേഷൻ പീരിയഡ് ഓഫ് ബഫലോ ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 285 to 290 days, ഓപ്ഷൻ ബി 300 to 310 days, ഓപ്ഷൻ സി 320 to 325 days, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് മസ്കോവി ഡക്ക് എഗ് ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 28 days, ഓപ്ഷൻ ബി 31 days, ഓപ്ഷൻ സി 35 days, ഓപ്ഷൻ ഡി 37 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഗസ്റ്റേഷൻ പീരിയഡ് ഓഫ് പിഗ് ഈസ് ഡേഷ് ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 115 days, ഓപ്ഷൻ ബി 150 days, ഓപ്ഷൻ സി 160 days, ഓപ്ഷൻ ഡി 90 days. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെയാണ്
ഇപ്പോഴ് നമ്മുടെ ആൻസർ പറയില്ല. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ആൻസർ ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ടോപ്പിക്ക്? ഗസ്റ്റേഷൻ പീരീഡ്. എന്താ പറയുന്നത്? ഗസ്റ്റേഷൻ പീരീഡ് ഈസ് ദ പീരീഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ മുതൽ പാർച്ചുറേഷൻ വരെയുള്ള പീരീഡ് നമ്മൾ എന്ത് വിളിക്കും? ഗസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കും. അപ്പോൾ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എന്താണ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ടു ഫോം എ സൈഗോട്ട്. അതായത് മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള ഓവവും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടൈൽ എഗ്ഗ് അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കും? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് പാർച്ചുറേഷൻ? എന്താണ് പാർച്ചുറേഷൻ? ദ എക്സ്പെൽഷൻ ഓഫ് എ ഫുള്ളി ഫോംഡ് ഫീറ്റസ് ഫ്രം ദ യൂട്രസ് ഈസ് കോൾഡ് പാർച്ചുറേഷൻ. മനസ്സിലായോ? പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പ്രോസസ്സിന് എന്ത് വിളിക്കും? പാർച്ചുറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഫുള്ളി ഫോംഡ് ആണെങ്കിൽ, ഫുള്ളി ഫോംഡ് ഫീറ്റസ് ആണെങ്കിൽ പാർച്ചുറേഷൻ. പക്ഷേ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലെങ്കിൽ എന്ത് വിളിക്കും? അതിനെ അബോർഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ആ ഒരു ഫീറ്റസ് പൂർണ്ണ വളർച്ച എത്താതെ യൂട്രസിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താ വിളിക്കുന്നത്? അബോർഷൻ. ഓക്കെ അല്ലേ? അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇറ്റ് ഈസ് ഡെഫിനിറ്റ് ഇൻ ഈച്ച് സ്പീഷ്യസ് ഓൾദോ ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ മെറ്റേണൽ, ഫീറ്റൽ, ഹോർമോണൽ ആൻഡ് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. ഇത് ഓരോ സ്പീഷ്യസിലും വളരെ കൃത്യമാണ്. എന്നിരുന്നാൽ തന്നെയും ചിലപ്പോൾ അമ്മയുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ കാരണം കൊണ്ടോ ഇതും അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് കൊണ്ടോ ഈ ഗസ്റ്റേഷൻ പീരീഡ് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. നമ്മളിവിടെ പറഞ്ഞു മെറ്റേണൽ കോസ് അല്ലെങ്കിൽ അമ്മയുടെ കാരണങ്ങൾ കൊണ്ട് ഗസ്റ്റേഷൻ പീരീഡിൻ്റെ ലെങ്ത് കൂടാനോ കുറയാനോ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയായിരിക്കും കോസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഏജ് ഓഫ് ഡാം. ഏതാണ്? ഏജ് ഓഫ് ഡാം. ഒരു ഹീഫർ അല്ലെങ്കിൽ ഒരു യങ് കൗമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓൾഡർ കൗവിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് അല്പം കൂടുതലായിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി അടുത്ത കാരണം എന്താണ്? മദറിൻ്റെ ന്യൂട്രീഷൻ ലെവല്. ഇപ്പോൾ മദറിൻ്റെ ന്യൂട്രീഷൻ ലെവല് കുറയുമ്പോൾ ഈ ഗസ്റ്റേഷൻ്റെ പീരീഡ്, ആ അമ്മയുടെ ഗസ്റ്റേഷൻ പീരീഡ് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത്, ഫീറ്റസ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഏതൊക്കെ കാരണങ്ങൾ ഗസ്റ്റേഷൻ പീരീഡ് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മൾട്ടിപ്പിൾ ഫീറ്റസ്. അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ, ഒന്നോ രണ്ടോ കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗസ്റ്റേഷൻ ലെങ്ത് കുറയും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത എന്താണ്? ജെൻഡർ ഓഫ് ഫീറ്റസ്. അതായത് ആൺകുട്ടിയാണെങ്കിൽ ഗസ്റ്റേഷൻ പീരീഡ് അല്പം കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിനി അടുത്ത കോഴ്സ് ഏതാ പറഞ്ഞത്? ഹോർമോണൽ അല്ലേ? എന്താണ് നമുക്ക് നോക്കാം. ശരിക്കും പ്രഗ്നൻസി മെയിൻ്റനൻസ് ഹോർമോൺസ് ഏതാണെന്ന് അറിയാമോ? പ്രൊജസ്ട്രോൺ ആണ് അല്ലേ? ഏതാണ്? പ്രൊജസ്ട്രോൺ. ഓക്കെ, ഈ പ്രൊജസ്ട്രോണിൻ്റെ ലെവല് കുറയുന്നത് ഗസ്റ്റേഷൻ ലെങ്ത് സ്വാഭാവികമായിട്ടും കുറയ്ക്കും. അതുപോലെ തന്നെ ഈ പ്രൊജസ്ട്രോണിൻ്റെ ലെവല് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ നടക്കാനുള്ള സാധ്യത വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ നോക്കാം. എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്? ഒന്ന്, പ്രഗ്നൻസി മെയിൻ്റനൻസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? യൂട്രസിനെ ഇംപ്ലാന്റേഷൻ വേണ്ടി തയ്യാറാക്കുന്നത് ആരാണ്? ഈ പ്രൊജസ്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഫീറ്റൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതും ഈ പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കോഴ്സ് ഏതാണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, എന്താണ്? ഹൈ ടെമ്പറേച്ചർ, ഉയർന്ന ചൂട് ഈ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഗസ്റ്റേഷൻ ലെങ്ത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഇത്രയും കാരണങ്ങളാൽ ഒരു ആനിമലിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് കൂടാനും കുറയാനും കാരണമാകുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഓരോ ആനിമലിൻ്റെയും ഗസ്റ്റേഷൻ പീരീഡ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ,
ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസ് ആകാം. ഇവിടെ കൗവിന് നേർക്ക് നമ്മൾ 3-4 ഫിഗർ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും കൊടുത്തിരിക്കുന്ന ഫിഗറുകളാണിവ. നിങ്ങളുടെ മുന്നിൽ എങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആൻസർ ചെയ്യാനും കഴിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് അനിമൽ ഏതാണ്? കൗ അല്ലേ. കൗവിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 280 ± 5 days, അല്ലെങ്കിൽ 285 days. ഇതും അല്ലെങ്കിൽ 280 days ± 10 days. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ അതിൽ 9 months 12 days ഏതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതിൻ്റെയാണ്? അതും കൗവിൻ്റെ ഗസ്റ്റേഷൻ പീരീഡാണ്. അടുത്ത അനിമൽ ഏതാണ്? ബഫല്ലോ അല്ലേ. അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 310 days, അല്ലെങ്കിൽ 300 to 310 days. ഇതും അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? 10 months 10 days ഏതിൻ്റെ ഗസ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെയാണ്? അത് ബഫലോയുടെ ആണ്, മറക്കരുത്. ഓക്കെ, അടുത്ത അനിമൽ ഏതാണ്? ഈവ് അല്ലേ. ഈവ് ഏതാണ്? അഡൽട്ട് ഫീമെയിൽ ഷീപ്പാണ് ഈവ് അല്ലേ. അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 150 days. എത്രയാണ്? 150 days, അല്ലെങ്കിൽ 5 months. ഇതും അല്ലെങ്കിൽ 144 to 151 days, അല്ലെങ്കിൽ 147 days. ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത അനിമൽ ഏതാണ്? ഗോട്ട്. ഗോട്ടിൻ്റെ എത്രയാണ് ഗസ്റ്റേഷൻ പീരീഡ്? 150 days, അല്ലെങ്കിൽ 5 months, അല്ലെങ്കിൽ 146 to 156 days. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത അനിമൽ ഏതാണ്? സ്വൈൻ. എന്താണ് സ്വൈൻ? അഡൽട്ട് ഫീമെയിൽ പിഗിനെ നമ്മൾ എന്ത് വിളിക്കും? സ്വൈൻ. അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 114 days, അല്ലെങ്കിൽ 114 ± 5 days. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 months 3 weeks 3 days ഏതിൻ്റെ ഗസ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏതിൻ്റെയാണ്? അത് പിഗിൻ്റെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത അനിമൽ ഏതാണ്? ബിറ്റ്സ്. ഏതാണ് ബിറ്റ്സ്? ബിറ്റ്സ് എന്ന് പറയുന്നത് അഡൽട്ട് ഫീമെയിൽ ഡോഗിനെയാണ് ബിറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 60 days. ഓക്കെ, കാറ്റിൻ്റെ അടുത്ത ഏതാനാണ്? കാറ്റ് അല്ലേ. അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 60 days തന്നെയാണ് അല്ലേ. അടുത്ത അനിമൽ ഏതാണ്? റാബിറ്റ്. റാബിറ്റിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? 30 days, അല്ലെങ്കിൽ 28 to 34 days. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ടോപ്പിക് ഏതാണ്? ഇൻക്യുബേഷൻ പീരിയഡ്. എന്താണ് ഇൻക്യുബേഷൻ പീരിയഡ്? എന്താ പറയുന്നത്? The incubation period in poultry is the time it takes for an egg to hatch. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് ഇൻക്യുബേഷൻ പീരിയഡ്? മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. ഓക്കെ, ഇറ്റ് വേരിയസ് വിത്ത് സ്പീഷീസ് ഓഫ് ബേർഡ്സ്. ഇത് എന്താണ് പല സ്പീഷീസിലും വ്യത്യസ്തമായിരിക്കും. അതായത് ഇപ്പോൾ ഡക്കിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് ആയിരിക്കില്ല ടർക്കിയുടെ ഇൻക്യുബേഷൻ പീരിയഡ്. ടർക്കിയുടെ ഇൻക്യുബേഷൻ പീരിയഡ് ആയിരിക്കില്ല കോയിൽസിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ്. ഓക്കെ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഓക്കെ, there are 2 types of incubation. 2 തരത്തിലുള്ള ഇൻക്യുബേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ ഇൻക്യുബേഷനും രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷൻ. എന്താണ് നാച്ചുറൽ ഇൻക്യുബേഷൻ? ഒരു ബ്രൂഡി ഹെന്നിൻ്റെ സഹായത്തോടു കൂടി ഇൻക്യുബേഷൻ ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും? നാച്ചുറൽ ഇൻക്യുബേഷൻ എന്ന് പറയും. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷൻ? ഒരു എന്താണ് ഇൻക്യുബേറ്ററിൻ്റെ സഹായത്തോടു കൂടി മുട്ട വിരിയിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച് ഈ സ്ലൈഡ് ഒന്ന് നോക്കി. ഇവിടെ ഓരോ ബേർഡ്സിൻ്റെയും ഇൻക്യുബേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? ചിക്കൻ അല്ലേ. ചിക്കൻ്റെ ഇൻക്യുബേഷൻ എത്രയാണ്? 21 days അല്ലേ. അടുത്ത ഏതാണ്? ഡക്ക്. ഡക്കിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 28 days. അടുത്ത ഏതാണ്? മസ്കോവി ഡക്ക് അല്ലേ. മസ്കോവി ഡക്കിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 35 days. അടുത്ത ഏതാണ്? ടർക്കി അല്ലേ. ടർക്കിയുടെ ഇൻക്യുബേഷൻ എത്രയാണ്? 28 days. അടുത്ത ഏതാണ്? ഏത് ബേർഡ്സ് ആണ്? ഗുനിയ ഫൗൾ അല്ലേ. അതിൻ്റെ എത്രയാണ്? 28 days. ഓക്കെ, അടുത്തത് ഏതാണ്? കൊയിൽ അല്ലേ. കൊയിലിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 18 days ആണ് അല്ലേ. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്ത് നിന്ന് PSC മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു പോകാം.
ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഗസ്റ്റേഷണൽ പീരീഡ് ഓഫ് ഗോട്ട്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 4 months, ഓപ്ഷൻ ബി 5 months, ഓപ്ഷൻ സി 9 months, ഓപ്ഷൻ ഡി 6 months. ഏതാണ് ആൻസർ? നമ്മൾ പറഞ്ഞതാണ് ഓപ്ഷൻ ബി ആണല്ലേ, 5 months അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹാച്ചിങ് പീരിയഡ് ഓഫ് ഡക്ക് എഗ് ഈസ് ഡാഷ് ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 28 days, ഓപ്ഷൻ ബി 21 days, ഓപ്ഷൻ സി 32 days, ഓപ്ഷൻ ഡി 20 days. എത്രയാണ് ഡക്കിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്? പറഞ്ഞതാണല്ലേ, ഓപ്ഷൻ എ അല്ലേ, 28 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് ബഫലോ ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 9 months 9 days, ഓപ്ഷൻ ബി 10 months 10 days, ഓപ്ഷൻ സി 11 months 11 days, ഓപ്ഷൻ ഡി 1 year. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ ബി ആണല്ലേ, 10 months 10 days അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഗസ്റ്റേഷൻ പീരീഡ് ഇൻ ബഫലോസ് ഇൻ ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 280 days, ഓപ്ഷൻ ബി 240 days, ഓപ്ഷൻ സി 335 days, ഓപ്ഷൻ ഡി 310 days. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ ഡി ആണ് അല്ലേ, 310 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ജാപ്പനീസ് ക്വയൽ എഗ് ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 18 days, ഓപ്ഷൻ ബി 21 days, ഓപ്ഷൻ സി 28 days, ഓപ്ഷൻ ഡി 35 days. എത്രയാണ് ജാപ്പനീസ് ക്വയലിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ, 18 days ആണല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗസ്റ്റേഷൻ പീരീഡ് ഇൻ ഡൊമസ്റ്റിക് പിഗ് ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. 180 to 186 days, ഓപ്ഷൻ ബി 140 to 145 days, ഓപ്ഷൻ സി 155 to 160 days, ഓപ്ഷൻ ഡി 110 to 118 days. ഏതാണ്? നമ്മുടെ ഡൊമസ്റ്റിക് പിഗിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ ഡി ആണല്ലേ, 110 to 118 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ടർക്കി എഗ് ഈസ് ഡാഷ് ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 18 days, ഓപ്ഷൻ ബി 35 days, ഓപ്ഷൻ സി 28 days, ഓപ്ഷൻ ഡി 21 days. ഏതാണ്? പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ സി ആണല്ലേ, 28 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരിയഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ പീരിയഡ് ഓഫ് ഓവം, ഓപ്ഷൻ ബി പീരിയഡ് ഓഫ് സൈഗോട്ട്, ഓപ്ഷൻ സി പീരിയഡ് ഓഫ് ഗസ്റ്റേഷൻ, ഓപ്ഷൻ ഡി പീരിയഡ് ഓഫ് ഓവുലേഷൻ. ഏതാണ്? നമ്മൾ പഠിച്ചതാണല്ലേ, ഓപ്ഷൻ സി ആണല്ലേ, പീരിയഡ് ഓഫ് ഗസ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗസ്റ്റേഷൻ പീരിയഡ് ഓഫ് ബഫലോ ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. 285 to 290 days, ഓപ്ഷൻ ബി 300 to 310 days, ഓപ്ഷൻ സി 320 to 325 days, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏതാണ് ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് ബഫലോ? അതെ, ഓപ്ഷൻ ബി ആണല്ലേ, 300 to 310 days. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് മസ്കോവി ഡക്ക് എഗ് ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 28 days, ഓപ്ഷൻ ബി 31 days, ഓപ്ഷൻ സി 35 days, ഓപ്ഷൻ ഡി 37 days. ഏതാണ് ഇതിൻ്റെ ആൻസർ? അതെ, ഓപ്ഷൻ സി ആണല്ലേ, 35 days. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് പിഗ് ഈസ് ഡാഷ് ഡേയ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ 115 days, ഓപ്ഷൻ ബി 150 days, ഓപ്ഷൻ സി 160 days, ഓപ്ഷൻ ഡി 90 days. ഏതാണ് പിഗിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ്? ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ എ ആണല്ലേ, 115 days. എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസറും നിങ്ങൾക്ക് പറയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.